വൃത്തസ്തംഭം എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? വൃത്തസ്തംഭത്തിൻ്റെ സവിശേഷതകളും നിങ്ങൾക്കറിയാം. ഇതൊരു വൃത്തസ്തംഭമാണ്. ഈ വൃത്തസ്തംഭത്തിൻ്റെ വക്രതല പരപ്പളവ് എന്താണ് എന്ന് നമുക്കിനി നോക്കാം. അതിനായി ടീച്ചർ ഈ വൃത്തസ്തംഭത്തെ മുറിക്കാൻ പോവുകയാണ്. വൃത്തസ്തംഭത്തെ മുറിച്ചപ്പോൾ എന്താണ് കിട്ടിയത്? ഒരു ചതുരം ലഭിച്ചു. വൃത്തസ്തംഭത്തെ മുറിക്കുമ്പോൾ നമുക്കൊരു ചതുരം ലഭിക്കുന്നു. വൃത്തസ്തംഭത്തിൻ്റെ വക്രതല പരപ്പളവ് ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ് അല്ലേ? ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താണ്? നീളം ഇൻറ്റു വീതി. ചതുരത്തിൻ്റെ നീളവും വീതിയും വൃത്തസ്തംഭത്തിൻ്റെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചതുരത്തിൻ്റെ നീളം വൃത്തസ്തംഭത്തിൻ്റെ പാദമുഖങ്ങളുടെ ചുറ്റളവാണ്. ചതുരത്തിൻ്റെ നീളം വൃത്തസ്തംഭത്തിൻ്റെ പാദവൃത്തങ്ങളുടെ ചുറ്റളവാണ്. വീതിയോ? വൃത്തസ്തംഭത്തിൻ്റെ ഉയരവും.